പി എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ ഈ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മാത്രവുമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വികാരപരമായിട്ട് അവർ സമീപിക്കുന്നത് സാധാരണക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് BJP ആണ്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറിന്റെ റോഡ് ഷോ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം റിപ്പോർട്ടർ മനോജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, BJP വലിയ പ്രതീക്ഷ വച്ചുപുലർത്തുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. എങ്ങനെയാണ് റോഡ് ഷോ? വലിയ ജനപങ്കാളിത്തം ഉണ്ടോ? മണ്ഡലത്തിൽ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാർ, അദ്ദേഹത്തിന്റെ ആദ്യ റോഡ് ഷോയാണ്. ഇന്ന് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അദ്ദേഹം ജനങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, വോട്ട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും റോഡിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരും ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി തന്നെ വികസന മുരടിപ്പ് അറിഞ്ഞവരാണ് ഇവിടെയുള്ള ജനങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലമായി MLA സാന്നിധ്യം ഈ നാട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെയൊക്കെ പരാതി. എന്തായാലും ഇത്തവണ NDA മുന്നോട്ട് വച്ചിരിക്കുന്നത് ആതുര സേവന രംഗത്ത് ഏറെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർ N പ്രതാപ് കുമാർ, അദ്ദേഹമാണ് ഇപ്പോൾ വോട്ടഭ്യർത്ഥിച്ച ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലാണ്. എന്തായാലും ആദ്യത്തെ റോഡ് ഷോയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? അതായത് ജനങ്ങളോട് കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ഈ മേഖലയിൽ സാധിച്ചിട്ടുണ്ട് ആതുര സേവന രംഗത്തൊക്കെ. ഇനി ഒരു നിയമസഭാ സാമാജികനായി ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതെ 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 ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന നല്ലൊരു റെസ്പോൺസാണ്. എല്ലാവരും വളരെ വീടുകളിൽ പുറത്തു വന്ന് നമ്മൾ ആവേശത്തോടെ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ഇത് സ്വാഭാവികമായിട്ടൊരു നല്ല തുടക്കം തന്നെയാണ്. നമ്മളിതിനെ മാക്സിമം ഇതിനെ എൻകാഷ് ചെയ്യുക, വോട്ടാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അവർ മടുത്തിരിക്കുകയാണ്. ഈ മടുത്ത ആൾക്കാരെ നമ്മൾ മാക്സിമം അവർക്ക് ഇനിയൊരു പോംവഴി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇതുവഴി ശ്രമിക്കുന്നത്. ഇവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വികസനത്തെക്കുറിച്ചാണ്. കാരണം കൊല്ലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനങ്ങൾക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അവരൊക്കെ തന്നെ ജനങ്ങൾ പരാതികളായി ഇങ്ങനെ പറയുകയാണ്. അതായത് ഒരു MLA മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ആ MLA ഒരു സാന്നിധ്യം പോലും മണ്ഡലത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനൊരു മാറ്റം കാണാൻ ഇത്തവണ സാധിക്കും. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമുക്ക് MLA ഉണ്ടെന്ന് പോലും അറിയില്ലല്ലോ. പലപ്പോഴും ഇവിടുത്തെ MLA ആക്ച്വലി അപര്യാപ്തത നീക്കുന്നതോ അല്ലെങ്കിൽ MLA ഫംഗ്ഷൻ വിളിക്കുമ്പോൾ പോലും മറ്റുള്ള സ്ഥലങ്ങളിൽ വന്ന് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും MLA കാണാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരു MLA ഗുണം ഈ നാടിന് അനുഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊല്ലം നോക്കിയാൽ ശോചനീയമാണ് ഇതിൻ്റെ നഗരത്തിൻ്റെ അവസ്ഥ. എത്ര വർഷങ്ങളായിട്ടും കൊല്ലം ഇന്നും വികസനമില്ലാത്ത നഗരങ്ങളിൽ എനിക്ക് തോന്നുന്നു 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ. കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മൾ പിറകിൽ നിന്ന് എണ്ണേണ്ടി വരും 1ഓ 2ഓ സ്ഥാനത്ത് എത്താൻ കൊല്ലം. ആതുര സേവന രംഗത്ത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളോടൊക്കെ ഒരുപാട് അടുത്ത് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അവരെയൊക്കെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളുടെ അടുത്തൊക്കെ ഞാൻ ആശുപത്രി കാര്യങ്ങൾ ഒഴിവാക്കി വീടുകളിലെ കാര്യങ്ങൾ, സാമൂഹ്യ സേവനത്തിൻ്റെ കാര്യങ്ങൾ, നാട്ടിൻ്റെ അവസ്ഥ, രാഷ്ട്രീയം, ഇതെല്ലാം സംസാരിക്കാറുണ്ട്. എനിക്കറിയാം പലപ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പലപ്പോഴും എൻ്റെ പ്രഡിക്ഷൻസ് ശരിയാവുകയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് നേരത്തെ പറയാൻ പറ്റും. കാരണം നമ്മളിവിടെ മടുത്തിരിക്കുകയാണ്. ഈ മടുപ്പിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വികസനം മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവരെ അവർ കണ്ടിട്ടില്ല. നമുക്കത് കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ അവസരമാണ്. അവരവസരം തന്നാൽ നമ്മൾ കാണിച്ചു കൊടുക്കും എന്താണ് ശരിയായ വികസനമെന്ന്. തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം ഈ പ്രചരണത്തിന്റെ ഭാഗമായി BJPയുടെ കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് കൂടെയുണ്ട്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇത്തവണ NDA സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായും NDAക്ക് നിരവധി MLA കൊല്ലം ജില്ലയിൽ നിന്നുണ്ടാകും. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 100% താമര വിരിയും. ഞങ്ങളെല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ്. കൊല്ലത്തെ പൗരാവലി അറിയുന്ന, കൊല്ലത്തെ സാധാരണക്കാരൻ്റെ ജനമനസ്സിനെ അറിയുന്ന, ജനഹൃദയങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഡോക്ടർ പ്രതാപ് കുമാർ. കൊല്ലത്തുകാരനാണ്. കൊല്ലത്ത് ജനിച്ച് കൊല്ലത്തെ സാധാരണക്കാരനായി ജീവിച്ച് സാധാരണ സ്കൂളിൽ പഠിച്ച് നല്ല സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന അദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഒരു MLA എന്നുള്ള നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ടുള്ള 5 വർഷക്കാലം നയിക്കാൻ ശേഷിയുള്ള ആളിനെ തന്നെയാണ് പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും
സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത്ഭുതപൂർവമായ പിന്തുണയാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് ഇന്ന് രാവിലെ നിശ്ചയിച്ചു. രാവിലെ ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത്. ഏതാണ്ട് 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ പങ്കെടുപ്പിച്ചുള്ള വലിയ പരിപാടികൾ നടത്തുവാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ച്, കൊല്ലത്തെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ MLA കാണാനില്ലാത്ത 10 വർഷങ്ങളായിരുന്നു കൊല്ലം ജില്ലയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതിന് മാറ്റം വന്ന് MLA എന്നും കാണാൻ കഴിയുന്ന, MLA എപ്പോഴും ഏതവസരത്തിലും കാണാൻ കഴിയുന്ന ഒരു MLA നമ്മുടെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുണ്ടാകും. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വാഹന പ്രചരണ ജാഥ ഇങ്ങനെ കൊല്ലത്തിന്റെ നഗരവീതിയിലൂടെ അങ്ങനെ പോകുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇതിന്റെ മുന്നിലും പിന്നിലുമായി എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാണ്. അതിന്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ വാഹനത്തിന് മുമ്പിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഈ BJPയുടെ പതാകയുമേന്തി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് നിരത്തിലുണ്ട്. അതേസമയം തന്നെ പുറകിൽ നിന്നും ഒരുപാട് വാഹനങ്ങൾ എത്തുന്നുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വിവിധ മേഖലകളിലുള്ള ജനങ്ങളുണ്ട്. അവരൊക്കെ തന്നെ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഈ നഗരവീതിയുടെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്നുണ്ട്. കച്ചവടക്കാരുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ വ്യവസായപരമായിട്ടും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായാലും അങ്ങനെ ഒരുപാട് മേഖലയിൽ ജോലിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ NDAയിലുള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ അവർ അനുഭവിച്ചു വന്ന കാര്യങ്ങളുണ്ട്. ഒരു MLA എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായും അവർക്ക് അടുത്തറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം. ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നത് മുകേഷ് MLA ആണ്. MLAയുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ എടുത്തു പറയാനായി മറ്റൊന്നുമില്ല എന്നുള്ളതും ഇവിടെയുള്ള ജനങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആവേശകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ഈ കൊല്ലം മണ്ഡലത്തിൽ മാത്രമല്ല, ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്നും ജനകീയരായിട്ടുള്ള, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയേകുന്ന സ്ഥാനാർത്ഥികളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഡോക്ടർ N. പ്രതാപ് കുമാർ. അദ്ദേഹം ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിലായി അദ്ദേഹം സംരംഭവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് പോലെ പ്രൊഫഷണലിസ്റ്റുകളും കൂടെ ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ അതിന് മികച്ച ഒരു മാറ്റം നാടിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഈ കൊല്ലത്തിൻ്റെ ചിത്രം ഒരുപാട് മാറേണ്ടതുണ്ട്. കൊല്ലത്ത് ഒരുപാട് വികസനം വരേണ്ടതുണ്ട്. കൊല്ലത്തിൻ്റെ നഗരം തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മാറ്റം ഇത്തവണ NDAയിലൂടെ ആയിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് BJP നേതൃത്വവും ജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും അങ്ങനെ റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി നിരവധി പ്രവർത്തകർ ഈ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പമുണ്ട്. എന്തായാലും ഇന്നു മുതൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഓരോ ദിവസവും ഇത് തന്നെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് തന്നെയാണ് സ്ഥാനാർത്ഥി. വോട്ട് തേടി ഇറങ്ങുകയാണ്. ജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ്, പ്രതീക്ഷ നൽകുകയാണ്. ഏറെക്കാലമായി തന്നെ കൊല്ലം കാത്തിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നും ഏറെ മുന്നോട്ട് പോകേണ്ട ഒരു നഗരമായിരുന്നു. അതായത് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് എത്തേണ്ട ഒരു നഗരമായിരുന്നു. പക്ഷേ ആ നഗരം ഇന്നും പഴയ ഒരു രീതിയിൽ തന്നെയാണ്. അതായത് ഏറെക്കാലം പിന്നോട്ടടിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് BJP നേതാക്കളടക്കം പറഞ്ഞത്. അത്തരത്തിൽ പിന്നോട്ടടിക്കേണ്ടതല്ല. ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വളർച്ച എത്തേണ്ടതാണ്, കൂടുതൽ വികസനം എത്തേണ്ടതാണ്. അത്തരത്തിൽ തന്നെ കൊല്ലത്തെ ഈ വികസനം എന്നുള്ള ആ സ്വപ്നത്തിൽ അത് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് BJP നേതൃത്വം പങ്കുവയ്ക്കുന്നത്. എന്തായാലും കൊല്ലം നഗരത്തിൻ്റെ ഓരോ വീതികളിലായി സ്ഥാനാർത്ഥി എത്തുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ മാത്രമല്ല, അതായത് മുൻപിലൂടെ വലിയൊരു നിര തന്നെ പോകുന്നുണ്ട്. ഈ വാഹനങ്ങളൊക്കെ തന്നെ അങ്ങനെ എല്ലായിടത്തേക്കും എത്തുവാനുള്ള ഒരു പ്രവർത്തനം അത് തന്നെയാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളും അദ്ദേഹത്തിന് വലിയ രീതിയിലൊരു സ്വീകരണം തന്നെയാണ് ഒരുക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം ജനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വീടുകളിലും എത്താൻ അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിന് ബാക്കിയുള്ളൂ. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് എത്രയും വേഗം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ ഓടുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഈ തീരദേശ മേഖലയ്ക്ക് അരികിലൂടെ പോകുന്ന സ്ഥാനാർത്ഥിയാണ്. അതായത് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏറെ പ്രതീക്ഷ വെക്കുന്നതും NDAയിൽ തന്നെയാണ്. കാരണം ഏറെക്കാലമായി അവരനുഭവിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കരുനാഗപ്പള്ളിയിലേക്ക് പോയിരുന്നു. ആ ഭാഗത്തൊക്കെ തന്നെ തീരദേശത്തെ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. അതായത് ഏറെക്കാലമായി അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഈ ഇടത് വലത് സർക്കാരുകൾ അവർക്ക് സാധിച്ചു കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി കൂടെ ജനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇത്തവണ NDAയ്ക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് ഈ കൊല്ലം ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജനങ്ങൾക്ക് അവർ ഉറപ്പ് നൽകുകയാണ്. ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയാലും അതൊക്കെ പ്രാവർത്തികമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു വാക്ക് തന്നെയാണ് നൽകുന്നത്. പല വാക്കുകളും നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ തന്നെ ജനങ്ങൾ ഇത്തവണ എടുത്തു പറയുന്നുമുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൊല്ലത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഡോക്ടർ N പ്രതാപ് കുമാറാണ്. അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. പ്രാവർത്തികമാക്കുവാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് വാക്ക് നൽകുന്നു. ആ വാക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു നിയമസഭാ സാമാജികന്റെ ലക്ഷ്യമെന്നുള്ളത്. എന്തായാലും കൊല്ലത്തെ തീരദേശ മേഖലയിലൂടെയുള്ള ഈ ഒരു പ്രചരണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പ്രവർത്തകരുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രചരണം കൊഴുപ്പിക്കുവാൻ തന്നെയാണ് NDA ക്യാമ്പിന്റെ തീരുമാനം. അതിനി ഓരോ ജില്ലയിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ കൊല്ലത്തും അങ്ങനെ തന്നെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഒരുപടി മുന്നിൽ തന്നെയാകുമെന്നതിൽ മാറ്റമില്ല. കാരണം നിയമസഭാമണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറിന്റെ റോഡ് ഷോ നടക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് മനോജ് നൽകിയത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജനവിധിയിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യം. അതെ, എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ് നമ്മുടെ ഭരണക്രമം. സംസ്ഥാന ഭരണത്തിന്റെ ആണിക്കല്ലായ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കേരളം തയ്യാറെടുക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ചോദ്യം: വിശ്വാസമോ വികസനമോ അതോ വെട്ടിത്തിരുത്തലുകളോ? കേരളം ഉറ്റുനോക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്രയിലാണ് മുന്നണികൾ. BJP രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കി കരുത്ത് തെളിയിക്കുമ്പോൾ ആറന്മുളയിൽ ഹൃദയബന്ധവുമായി കുമ്മനവും ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണനും അങ്കത്തട്ടിലേക്കാണ്. ശബരിമലയും വികസനവും ഒരുപോലെ ആയുധമാക്കി രാജീവ് ചന്ദ്രശേഖർ. ഇനി അപ്പുറത്ത് കോൺഗ്രസിലാകെ അങ്കലാപ്പാണ്. ദേശീയ നേതൃത്വത്തിനെ മുട്ടുമടക്കിപ്പിച്ച K സുധാകരന്റെ കണ്ണൂർ വാശി ഒരു വശത്ത്, സ്വന്തം പാർട്ടിക്കെതിരെ പടവാൾ ഉയർത്തിയ G സുധാകരന്റെ അമ്പലപ്പുഴ വിപ്ലവം മറുവശത്ത്. ഒപ്പം വിമതപ്പടയുടെ വെല്ലുവിളിയുമായി പെരുമ്പാവൂരും പുനലൂരും.